ഗുഡ് ഈവനിങ് ഗൈസ്. സോ ഇന്ന് ഫോറക്സ് മാർക്കറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു വോളറ്റൈൽ മൂവ്മെൻറ്റ് കൂടുതലായിരുന്നു അല്ലേ. കാരണം ചെറിയൊരു മൂവ്മെൻറ്റിൽ പോലും നല്ല രീതിയിലുള്ള പിപ്സിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ചെറിയൊരു മൂവ്മെൻറ്റ് ക്യാപ്ചർ ചെയ്തവർക്കൊക്കെ നല്ല രീതിയിൽ പ്രോഫിറ്റും കൂടി വന്നൊരു ദിവസമാണ്. സോ ഇന്നത്തെ നമ്മുടെ ഒരു സിറ്റുവേഷൻ നോക്കി കണ്ടിട്ടുണ്ടെങ്കിൽ റീസെൻ്റായിട്ട് നമ്മളുടെ DXYയിൽ ഒരു നല്ല രീതിയിലുള്ളൊരു ഫാൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഫാളിന് ശേഷം മാർക്കറ്റ് ഒരു കറക്ഷൻ നടത്തി. ആ കറക്ഷന് ശേഷം വീണ്ടും ഫാൾ ചെയ്യുകയായിരുന്നു ഇന്ന് ഉച്ചയോടെ ആയിട്ട്. സോ അതിനുശേഷം മാർക്കറ്റ് വീണ്ടും ഒരു റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ 1 hour ടൈം ഫ്രെയിമിൽ കാണുന്ന ഈ ഒരു സോണിൽ മാർക്കറ്റ് നല്ല രീതിയിലുള്ള സപ്പോർട്ട് നൽകുന്നുണ്ട്. ഇനി നമ്മൾ യൂറോ USDയിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ DXYയിൽ ഉണ്ടായിരുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് ഇത്തരത്തിലുള്ള ഒരു സോൺ ഫോം ചെയ്തിരിക്കുന്നത്. ഒരു സപ്ലൈ സോണാണ് ഫോം ചെയ്തിരിക്കുന്നത്. സോ മാർക്കറ്റ് ആ ഒരു സപ്ലൈ സോണിനെ റെസ്പെക്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് റെസ്പെക്റ്റ് ചെയ്ത് താഴേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു എൻട്രി ആയിരിക്കും. ഈ ലെവലിൽ നിന്ന് താഴോട്ട് പോവുകയാണെങ്കിൽ യെസ്. അതുപോലെ തന്നെ നമുക്ക് അടുത്തൊരു കറൻസി പെയർ ആയിട്ടുള്ള നമ്മളുടെ USD JPYയിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു സോണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സോണായിരുന്നു. യെസ്, ഇങ്ങനെ വേണം നമ്മളിത് മാർക്ക് ചെയ്യാൻ. ഓക്കെ, കുറച്ചും കൂടി ഒരു നല്ലൊരു വ്യൂ കിട്ടണമെങ്കിൽ നമ്മൾ 4 hourൽ നോക്കിയാൽ മതി. കാരണം മാർക്കറ്റ് ഓൾറെഡി ഒരു സ്ട്രോങ് ഫാൾ തന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അതിൻ്റെ ഒരു റിക്കവറി നടക്കുന്നത് കൊണ്ടായിരിക്കാം മാർക്കറ്റ് ഇത്രയും നല്ല രീതിയിൽ വിക്സ് കാണുന്നത്. സോ ഈ വിക്സ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിൽ ട്രേഡ് ചെയ്യുന്നത് അത്ര ഒരു നല്ലൊരു കാര്യമല്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഇതേപോലെ ഹ്യൂജായിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യും. വോളറ്റൈൽ മൂവ്മെൻറ്റ്സ് ആയിരിക്കും. സോ നമുക്കൊരു സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം വളരെ ക്വിക്കായിട്ട് മാർക്കറ്റ് 2 ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ്. ഇനി നമുക്ക് മറ്റൊരു കറൻസി പെയർ ആയിട്ടുള്ള GBP USD നോക്കുകയാണെങ്കിൽ GBP USDയിൽ നിന്ന് ഹ്യൂജ് മൂവ്മെൻറ്റ് തന്നൊരു ദിവസമായിരുന്നു. അതുപോലെ തന്നെ നമ്മളുടെ മറ്റൊരു കറൻസി പെയർ ആയിട്ടുള്ള GBP USD നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഹ്യൂജ് മൂവ്മെൻ്റ് ആയിരുന്നു തന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇതിൽ തന്നെ റീസെൻ്റായിട്ട് ഇന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ആ ഒരു ടൈമിൽ പോലും മാർക്കറ്റ് ഹ്യൂജായിട്ട് ബുള്ളിഷ് മൂവ്മെൻ്റ് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സോ നമുക്കത് എന്തായാലും ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. ഇന്ന് ഈ ഒരു സിംഗിൾ ക്യാൻഡിലിൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് 100 പിപ്സിൻ്റെ മുകളിൽ നമുക്ക് പ്രോഫിറ്റ് തന്നേനെ. സോ ഈ ഒരു മൂവ്മെൻറ്റ് ക്യാപ്ചർ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ലൊരു കാര്യമായിരിക്കും. ഇതിൽ തന്നെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസിനെ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് കയറി പോയിരിക്കുന്നത്. നമുക്ക് 1 മിനിറ്റിലൊരു വ്യൂ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യെസ്, പക്ക ഒരു അപ് ട്രെൻഡാണ് അല്ലേ. വളരെ കൃത്യമായിട്ട് മാർക്കറ്റ് സ്ട്രക്ചറിനെ നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് മാർക്കറ്റ് ഇവിടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ GBP USDയിൽ നമ്മളിനി ഒരു ബെയറിഷ് എൻട്രി എക്സ്പെക്റ്റ് ചെയ്യാം. സോ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ലെവൽ എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു കൺസോൾട്ടേഷനാണ്. മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യാൻ സാധ്യതയുള്ള ഒരു കൺസോൾട്ടേഷനാണ്. നമ്മൾ മറ്റൊരു കറൻസി പെയർ ആയിട്ടുള്ള AUD USD നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വളരെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രെൻഡ് റിവേഴ്സൽ തന്നിട്ടുണ്ട്. സോ അതിനുശേഷം മാർക്കറ്റ് കൃത്യമായിട്ട് കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് 50 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഹൈ പ്രോബബിലിറ്റി ഉള്ള ഒരു സോണ് കാര്യങ്ങളൊന്നും ഇവിടെ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഫോം ചെയ്തിട്ടില്ല. കാരണം മാർക്കറ്റ് അത്യാവശ്യം കൺസോളിഡേറ്റ് ചെയ്ത് വന്നുകൊണ്ട് തന്നെയാണ്. എന്തായാലും നമുക്ക് AUD USDയിൽ ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇനി നമ്മളുടെ USD CAD നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഇപ്പം ബുള്ളിഷ് ആയിക്കൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കാണുന്ന ഈ ഒരു സോണിനെയാണ് മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ ട്രേഡേഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ലെവലാണ്. കാരണം ഇവിടുന്ന് ഹ്യൂജ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് 2 സൈഡിലേക്കും ഉണ്ടായിട്ടുണ്ട്. 3-ാമത്തെ പ്രാവശ്യവും 4-ാമത്തെ പ്രാവശ്യം മാർക്കറ്റ് ഇതിലേക്ക് എത്തിയ സമയത്തൊക്കെ ഹ്യൂജ് മൂവ്മെൻറ്റാണ് തന്നിരിക്കുന്നത്. പക്ഷേ മാർക്കറ്റിൽ ഈ കാണുന്ന ഒരു സോണിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ അത്യാവശ്യം നല്ല രീതിയിൽ ബുദ്ധിമുട്ടാൻ സാധ്യതയുണ്ട്. സോ ഇങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നൊരു ഫാൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. നമ്മുടെ യൂറോ GBP നോക്കുകയാണെങ്കിൽ കറൻറ്റ് കുറച്ച് ദിവസമായിട്ട് നല്ല രീതിയിലുള്ള കൺസോൾട്ടേഷൻ ആണ്. പക്ഷേ കൺസോൾട്ടേഷൻ ഉണ്ടെങ്കിൽ പോലും ഇന്നൊരു ഹ്യൂജ് ബ്രേക്ക് ഔട്ടാണ് മാർക്കറ്റിൽ തന്നിരിക്കുന്നത്. സോ ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കാണുന്ന ഒരു കൺസോൾട്ടേഷനെയാണ്, അതായത് മാർക്കറ്റ് കൃത്യമായിട്ട് നമ്മളുടെ പാറ്റേൺ ബ്രേക്ക് ഔട്ട് ചെയ്തു. ഈ ഒരു പാറ്റേൺ കൃത്യമായിട്ട് ബ്രേക്ക് ഔട്ട് ചെയ്തതിന് ശേഷം ആ പാറ്റേണിനെ തന്നെ റീടെസ്റ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ ഒരു നല്ല രീതിയിലുള്ളൊരു മൂവ്മെൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടേക്ക് ഒരു നല്ലൊരു സെൽ എൻട്രി ഒക്കെ ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. നമുക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 133 പിപ്സിൻ്റെ ഒക്കെ മൂവ്മെൻ്റ് ആണ്. ഓക്കെ, 133 അല്ല, 107 പിപ്സിൻ്റെ മൂവ്മെൻ്റ് ഒക്കെയാണ് ഇവിടെ മാർക്കറ്റ് തന്നിരിക്കുന്നത്. സോ അത്യാവശ്യം നല്ല എൻട്രിയാണ്. ഇവിടെ കണ്ണും പൂട്ടി സ്കാൽപ്പ് ചെയ്തവർക്ക് പോലും നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാകണം. ബട്ട് മാർക്കറ്റിൽ ഈ കാണുന്ന സപ്ലൈ സോണിനെ നന്നായിട്ട് റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു സപ്ലൈ സോണിനെ മാർക്കറ്റ് കൃത്യമായിട്ട് റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് മുകളിലേക്ക് കയറി പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. സോ ഇതൊക്കെയാണ് ഇന്നത്തെ മേജറായിട്ടുള്ള ഇവൻറ്റ്സ് കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ GDP റിപ്പോർട്ടൊക്കെ പുറത്തു വന്ന ദിവസമാണ്. സോ അതുകൊണ്ടൊക്കെ ആയിരിക്കും മാർക്കറ്റിൽ ഒരു ഹൈ വോളറ്റാലിറ്റി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റിയത്. സോ ഇതൊക്കെയാണ് ഇന്നത്തെ മേജറായിട്ടുള്ള ഫോറക്സിൻ്റെ അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫോറക്സിനെ കുറിച്ച് പഠിക്കാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നമ്മുടെ പുതിയ ഫോറക്സിൻ്റെ സീരീസിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം. നിങ്ങളതിൽ ക്ലിക്ക് ചെയ്തിട്ട് അതൊന്ന് കണ്ടിട്ട് വരിക.
സോ നമുക്ക് നാളെ കാണാം. ബൈ.